നമസ്കാരം. പരീക്ഷകളില്ല, റാങ്കുകളില്ല, ശിക്ഷകളുമില്ല. പ്രകൃതിയോടിണങ്ങി ജീവിച്ച് പഠിക്കാൻ ഒരു സ്കൂൾ. കൊടൈക്കനാലിലെ കൊടുങ്കാടിനുള്ളിൽ സ്ഥിതിചെയ്യുന്ന ഷോലൈ സ്കൂൾ. മാർക്കുകൾക്ക് പിന്നാലെ ഓടാൻ പഠിപ്പിക്കുന്ന ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പ്രകൃതിയെ അറിഞ്ഞ് ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു അപൂർവ വിദ്യാലയം. ഈ സ്കൂൾ ബ്രെയിൻ ജെങ്കിൻസ് എന്ന ബ്രിട്ടീഷുകാരനായ അധ്യാപകനാണ് 1989 ഇവിടെ സ്ഥാപിച്ചത്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും ബിരുദം നേടിയ വ്യക്തിയാണ് ഇദ്ദേഹം. വിഖ്യാത ചിന്തകനായ ജെ കൃഷ്ണമൂർത്തിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായ ബ്രെയിൻ ജെങ്കിൻസ് കുട്ടികൾക്ക് സമ്മർദ്ദമില്ലാത്തതും പ്രകൃതിയോട് ചേർന്നതുമായ ഒരു വിദ്യാഭ്യാസം നൽകണമെന്ന ആഗ്രഹത്തോടെയാണ് ഇന്ത്യയിലെത്തുന്നത്. അങ്ങനെയാണ് കൊടൈക്കനാലിലെ പളനി ഹിൽസിൽ 70 ഏക്കറോളം വരുന്ന കാടിനുള്ളിൽ ഈ സ്കൂൾ ആരംഭിക്കുന്നത്. കുട്ടികളിൽ പരസ്പരം മത്സരം വളർത്താതെ അവനവനെ തിരിച്ചറിയാൻ സഹായിക്കുക, ഭൂമിയെ ദ്രോഹിക്കാതെ എങ്ങനെ ജീവിക്കണമെന്ന് കുട്ടികളെ ചെറുപ്പത്തിലേ പഠിപ്പിക്കുന്നു. വെറും പുസ്തകപ്പുഴുക്കളാകാതെ ജീവിതത്തിനാവശ്യമുള്ള എല്ലാ ജോലികളും സ്വന്തമായി ചെയ്യാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നു. ഇതൊരു ഓപ്പൺ എഡ്യൂക്കേഷൻ രീതി പിന്തുടരുന്ന സ്കൂളാണ്. എങ്കിലും കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട കേംബ്രിഡ്ജ് അസസ്മെൻറ്റ് ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ CAIE സിലബസാണ് ഇവിടെ പിന്തുടരുന്നത്. അതുകൊണ്ട് ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും ഉപരിപഠനം നടത്താം. ക്യാമ്പസ് പൂർണ്ണമായും സോളാർ, വിൻഡ് എനർജിയിലാണ് പ്രവർത്തിക്കുന്നത്. സ്വന്തമായി വൈദ്യുതി ഉണ്ടാക്കുന്നു. കുട്ടികൾ ഇവിടെ ഓർഗാനിക് കൃഷി ചെയ്യുന്നു, പശുക്കളെ വളർത്തുന്നു, മരപ്പണികൾ പഠിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ റീസൈക്കിൾ ചെയ്ത് ഡീസലാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യ പോലും ഇവിടുത്തെ കുട്ടികൾ പ്രായോഗികമായി പഠിക്കുന്നുണ്ട്. മാർക്കുകൾക്കും റാങ്കുകൾക്കും വേണ്ടി മാത്രമല്ല, വിദ്യാഭ്യാസം എന്നത് നല്ലൊരു മനുഷ്യനായി ജീവിക്കാനുള്ള തയ്യാറെടുപ്പാണ് എന്ന് നമുക്ക് ഈ വിദ്യാലയം കാണിച്ചു തരുന്നു.